മനു ഉണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. മനു, ഇപ്പോൾ 10 മീറ്റർ എയർ പിസ്റ്റൾ ഫൈനൽ മത്സരത്തിൽ മനു ഭാക്കർ വെങ്കലം നേടിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതും. തീർച്ചയായും ഏറെ അഭിമാനകരമായ നിമിഷം തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. മനു, തീർച്ചയായും പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ മെഡൽ പട്ടികയിലേക്ക് ഇടം പിടിച്ചിരിക്കുന്നു എന്നതാണ് ഈ സമയത്ത് ഏറ്റവും മനസ്സ് നിറയ്ക്കുന്ന വാർത്ത. മനം നിറച്ച മനു ഭാക്കർ 10 മീറ്റർ എയർ പിസ്റ്റളിൽ 3-ാം സ്ഥാനത്തെത്തിക്കൊണ്ട് വെങ്കലം നേടിക്കൊണ്ടാണ് ഇന്ത്യയുടെ മനം നിറച്ചിരിക്കുന്നത്. മനു ഭാക്കർ 2012 ശേഷം ഷൂട്ടിംഗിൽ ഇന്ത്യ നേടുന്ന ആദ്യ ഒളിമ്പിക്സ് മെഡൽ കൂടിയെന്ന ഒരു ചരിത്ര മുഹൂർത്തം കൂടിയാണ് ഇന്ത്യയെ സംബന്ധിച്ചത്. 221.7 പോയിന്റ് നേടിയാണ് മനു ഭാക്കർ ഇപ്പോൾ പാരീസിൽ ഷൂട്ടിംഗ് റേഞ്ചിൽ നിന്ന് ഇന്ത്യക്ക് വലിയൊരു പ്രതീക്ഷ, വലിയൊരു സന്തോഷം നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ മനസ്സ് നിറയ്ക്കുന്നു. 1-ാം സ്ഥാനത്ത് YJO സൗത്ത് കൊറിയ 243.2 പോയിന്റുകൾ. YJ കിങ് സൗത്ത് കൊറിയയുടെ തന്നെ 2-ാം സ്ഥാനത്ത് 241.3. മനു ഭാക്കർ 221.7 പോയിന്റുകൾ നേടിക്കൊണ്ടാണ് 3-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. അതായത് 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ ഗഗൻ നാരംഗ് ഒരു വെങ്കല മെഡൽ നേടിയതിനു ശേഷം ഇതാദ്യമായിട്ടാണ് ഇന്ത്യക്ക് ഷൂട്ടിംഗിൽ ഒരു മെഡൽ ലഭിക്കുന്നത്. 2016-ലും 2020-ലും ഇന്ത്യക്ക് ഷൂട്ടിംഗിൽ ഒന്നും നേടാൻ കഴിഞ്ഞിരുന്നില്ല. 2020-ൽ ഫൈനലിൽ പോലും കടക്കാൻ കഴിയാതെ പുറത്തായ സ്ഥാനത്തു നിന്നാണ് മനു ഭാക്കർ ഇപ്പോൾ 2024-ൽ പാരീസിലേക്ക് വരുമ്പോൾ നമുക്ക് അഭിമാനമായി ഒരു മെഡൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു ഈ 10 മീറ്റർ എയർ പിസ്റ്റളിന്റെ ഫൈനലിൽ നടന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ആദ്യഘട്ടം മുതൽ YJO കൃത്യമായി ലീഡെടുക്കുന്നു. 2-ാം സ്ഥാനത്തും 3-ാം സ്ഥാനത്തും മനുവും കിമ്മും തമ്മിൽ ശക്തമായ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു. പല ഘട്ടങ്ങളിലും 2ഉം 3ഉം സ്ഥാനങ്ങൾ മാറി മറിയുന്നത് കണ്ടു. ചില ഘട്ടങ്ങളിലൊക്കെ 2-ാം സ്ഥാനത്തും മനു നമുക്കൊരു വെള്ളി മെഡൽ നേടിത്തരും എന്ന പ്രതീക്ഷ ഉറപ്പിച്ച് മുന്നോട്ട് പോയതാണ്. പക്ഷേ അവസാന മിനിറ്റുകളിലെ കൃത്യതകളിൽ YJ കിം 2-ാം സ്ഥാനത്തേക്ക് എത്തുകയും മനു 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയുമായിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനം നൽകുന്ന കാര്യം 140 കോടി മനുഷ്യരുടെ പ്രതീക്ഷയും അഭിമാനവും നിറവേറ്റിക്കൊണ്ട് പാരീസിലെ ഷൂട്ടിംഗ് റേഞ്ചിൽ ഇന്ത്യക്ക് ഇതാ ഒരു മെഡൽ ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഈ സമയത്ത് ഈ പാരീസ് ഒളിമ്പിക്സ് തുടങ്ങിയതിനു ശേഷമുള്ള നമ്മുടെ ഏറ്റവും വലിയ സന്തോഷമെന്ന് നമുക്ക് പറയേണ്ടി വരും. അതായത് 2004-ലാണ് ഇന്ത്യ ആദ്യമായി ഷൂട്ടിംഗ് റേഞ്ചിൽ ഒരു മെഡൽ നേടുന്നത്. അന്ന് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ്, പിന്നീട് കേന്ദ്രമന്ത്രിയൊക്കെയായ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡാണ് ഏതൻസിൽ ഇന്ത്യക്ക് വെള്ളി മെഡൽ നൽകുന്നത്. 2008-ൽ അഭിനവ് മിന്ദ്രയിലൂടെ നമ്മൾ അത് സ്വർണ്ണ മെഡലിലേക്ക് കൊണ്ടുവരുന്നു. 2012-ൽ ഗഗൻ നാരംഗ് വെള്ളി നേടുന്നു. പക്ഷേ 16-ലും 20-ലും പിന്നീട് നമുക്ക് ഷൂട്ടിംഗിൽ കാര്യമായ നേട്ടങ്ങൾ നേടാൻ കഴിഞ്ഞില്ല. ലോക ചാമ്പ്യൻഷിപ്പുകളിലൊക്കെ മെഡൽ നേടുമായിരുന്നെങ്കിലും ഒളിമ്പിക്സിലേക്ക് വരുമ്പോൾ പിന്തള്ളപ്പെട്ടു പോവുകയായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ 2024-ലേക്ക് എത്തുമ്പോൾ നമ്മൾ ലോകവേദിയിലും ഒളിമ്പിക്സിലും ഒരു മെഡൽ നേടിയിരിക്കുന്നു ഷൂട്ടിംഗിൽ എന്നത് അഭിമാനം നൽകുന്നു. ഈ മനു ഭാക്കർ ഇത്തവണ ഇന്ത്യയുടെ ഷൂട്ടിംഗ് സംഘത്തെ നയിക്കുന്നത്, 21-അംഗ ഷൂട്ടിംഗ് സംഘത്തെ നയിക്കുന്നത് വെറും 22 വയസ്സുകാരി മാത്രമായ മനു ഭാക്കറാണ് എന്ന് പറയുമ്പോഴാണ് ആ താരത്തിൻ്റെ ഒരു മികവ്, അവരുടെ കഴിവിനെക്കുറിച്ച് നമ്മൾ പറയേണ്ടി വരിക. 2012-ൽ ഗഗൻ നാരംഗ് ഒരു മെഡൽ നേടിയതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അതിനുശേഷം ഇപ്പോഴാണ് നമുക്കൊരു മെഡൽ കിട്ടുന്നത്. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഷൂട്ടർ. ഒപ്പം തന്നെ 2018-ലാണ് ലോക വേദിയിലേക്ക് മനു ഭാക്കർ വരവറിയിക്കുന്നത്. അന്ന് കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം നേടുന്നു. തൊട്ടുപുറകെ ലോകകപ്പിൽ സ്വർണം നേടുന്നു. 2019-ൽ ലോകകപ്പിൽ സ്വർണം നിലനിർത്തുന്നു. ലോക യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്നു. അങ്ങനെ മത്സരിച്ച വേദികളിലെല്ലാം മികവുറ്റ പ്രകടനവുമായി 2020-ൽ ടോക്കിയോയിലേക്ക് വരുന്നു. പക്ഷേ ടോക്കിയോയിൽ വലിയ നിരാശ സമ്മാനിച്ചുകൊണ്ട് ഫൈനലിൽ കടക്കാതെ പുറത്താകുന്നു. അതിനുശേഷം മനു ഭാക്കർ കഠിനമായ പരിശീലനത്തിലായിരുന്നു, കൃത്യമായ പരിശീലനത്തിലായിരുന്നു. ആ പരിശീലനത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പാരീസിൽ നമുക്കൊരു വെങ്കല മെഡൽ വരുന്നു. അത് ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിനെ നയിക്കുന്ന മനു ഭാക്കറിലൂടെയാകുമ്പോൾ അതിന് സന്തോഷം ഏറെയാണ്. ഇന്നലെ യോഗ്യതാ റൗണ്ടിൽ 3ാമതായിട്ടാണ് മനു ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. 6 സീരീസുകളായി നടന്ന യോഗ്യതാ റൗണ്ടിൽ 580 പോയിന്റുകളാണ് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം ഇന്നിപ്പോൾ ഫൈനലിൽ ഇറങ്ങുമ്പോൾ ഫൈനലിലും 3ാം സ്ഥാനത്തേക്ക് തന്നെ എത്തിയിരിക്കുന്നു. അതും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ്. അവസാന മിനിറ്റിലെ കൃത്യതയാണ് സൗത്ത് കൊറിയൻ താരങ്ങൾക്ക് മെഡൽ കൂടുതലൊരു ആധിപത്യം സമ്മാനിച്ചത് എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ എങ്കിൽ പോലും മനു നേടിയ ആ നേട്ടത്തിന്റെ തിളക്കം കുറയുന്നില്ല എന്നത് തന്നെയാണ് നമ്മുടെ മുൻപിലുള്ള ഏറ്റവും സന്തോഷകരമായ കാര്യം. നമ്മളിപ്പോൾ ഈ എഴുതി കാണിക്കുന്നത് പോലെ മനു നമ്മുടെ മനം നിറച്ചിരിക്കുകയാണ്. മനു ഭാക്കർ ഇന്ത്യയുടെ അഭിമാനമാകുന്നു, ഇന്ത്യയുടെ മനസ്സ് നിറയ്ക്കുന്ന കാഴ്ച. ഈ ലോക ഒളിമ്പിക്സ് ഈ വേദിയിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ പതാക മെഡൽ പോഡിയത്തിൽ ഉയരാൻ വേണ്ടി പോകുന്നത്. അത് മനു ഭാക്കറിലൂടെയാകുന്നു എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയും സന്തോഷവും പകരുന്നതാണ്. ഈ ഒളിമ്പിക്സിന് പോകുമ്പോൾ തന്നെ ഇന്ത്യ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വച്ചിരുന്ന ഇനങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ഷൂട്ടിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. പ്രതീക്ഷകളുടെ വെടിയൊച്ചകൾ തന്നെയായിരുന്നു നമ്മൾ അവിടെ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത്. അതിപ്പോൾ ഫലം കാണുകയും ചെയ്തിരിക്കുന്നു. വെങ്കലത്തിലേക്ക് പോയെങ്കിലും അതിൻ്റെ തിളക്കം ഒട്ടും കുറയുന്നില്ല. ഇന്ത്യയെ സംബന്ധിച്ചതിന് സുവർണ്ണ തിളക്കമുള്ള ഒരു വെങ്കലം തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ലോകവേദിയിൽ ഒരിക്കൽ കൂടി നമ്മുടെ രാജ്യം അടയാളപ്പെടുത്തുന്ന ഒരു സുവർണ്ണ മുഹൂർത്തം കൂടി നമ്മുടെ മുൻപിലൂടെ കടന്നു പോകുകയാണ്. അഭിമാനമായി മനസ്സ് നിറച്ച് മനു ഭാക്കർ എന്ന ഷൂട്ടിംഗ് താരം ഇന്ത്യയുടെ
പതാക, നമ്മുടെ ത്രിവർണ്ണ പതാക മെഡൽ പോഡിയത്തിൽ ഉയരുന്ന നിമിഷത്തിന് വേണ്ടി നമുക്കിനി കാത്തിരിക്കാം. ഏതായാലും ഒരു വലിയ സന്തോഷം നൽകുന്ന കാര്യം തന്നെ ഇപ്പോൾ നടന്നിരിക്കുകയാണ്. മനു ഭാക്കറിന് വെങ്കല മെഡൽ കിട്ടിയിരിക്കുന്നു. 221.7 പോയിന്റുകളാണ് മനു ഭാക്കർ നേടിയത്. രണ്ടാം സ്ഥാനത്തെത്തിയ YJ കിം എന്ന് പറയുന്ന സൗത്ത് കൊറിയക്കാരിയായ അത്ലറ്റ്, അവർ 241.3 പോയിന്റുകൾ നേടി. ഒന്നാം സ്ഥാനത്തും സൗത്ത് കൊറിയയുടെ താരം തന്നെയാണ് YJO എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ താരം. അവർ 243.2 പോയിന്റുകളാണ് നേടിയിരിക്കുന്നത്. രണ്ടും YJOയ്ക്ക് ഒരു ഘട്ടത്തിലും വെല്ലുവിളി ഉയർത്താൻ മനുവിനോ കിമ്മിനോ കഴിഞ്ഞില്ല എന്നതാണ് ഈ ഫൈനൽ മത്സരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. തുടക്കം മുതൽ തന്നെ YJO കൃത്യമായ ലീഡിൽ ഒന്നാം സ്ഥാനത്ത് നിന്നു. പക്ഷേ 2ഉം 3ഉം സ്ഥാനങ്ങളിലായിരുന്നു ഇഞ്ചോടിഞ്ച് പോരാട്ടവും വ്യത്യാസവും നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആദ്യ 5 ഷോട്ടുകൾ കഴിയുമ്പോൾ മനു ഭാക്കർ രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നു. പക്ഷേ 6ആം ഷോട്ടിലും 7ആം ഷോട്ടിലും YJ കിം മനുവിനെ മറികടന്നുകൊണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് കയറുകയും മനു 3ആം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു. 9ാമത്തെ ഷോട്ടിൽ മനു വീണ്ടും രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നു. അത് 11ാം ഷോട്ടിൽ പക്ഷേ വീണ്ടും YJ കിം 2ലേക്ക് കയറുന്നു. 13ാം ഷോട്ടിൽ മനു വീണ്ടും രണ്ടാം സ്ഥാനം പിടിക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം കൃത്യമായ ഒരു മേധാവിത്വം YJ കിം നിലനിർത്തിയത് കൊണ്ടാണ് 20 പോയിന്റിന്റെ വ്യത്യാസത്തിൽ അവർക്ക് രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞത്. അതായത് അവസാന മിനിറ്റുകളിലെ കൃത്യതയാണ് YJ കിം എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ താരത്തിന് തുണയായിരിക്കുന്നത്. 21 അംഗ ഷൂട്ടിംഗ് സംഘമാണ് ഇത്തവണ പാരീസിലേക്ക് പറഞ്ഞിരിക്കുന്നത്. ആ ഷൂട്ടിംഗ് സംഘത്തിൽ നിന്ന് നമ്മൾ ഏറെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനൊരു തുടക്കമാകട്ടെ ഈ മനുവിൻ്റെ വെങ്കല മെഡൽ എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാം. ഏറെ ഈ പാരീസ് ഒളിമ്പിക്സിൽ നമ്മുടെ ദേശീയ പതാകയും ഉയർന്നു നിൽക്കുന്ന നിമിഷം നമ്മളെ സംബന്ധിച്ച്, ഈ രാജ്യത്തെ 140 കോടി മനുഷ്യരെയും സംബന്ധിച്ച് ഏറെ അഭിമാനവും ആഹ്ലാദവും നൽകുന്നത് തന്നെയാണ്. ഓരോ മനുഷ്യരുടെയും മനം നിറയ്ക്കുന്നു ഈ മനുവിൻ്റെ മെഡൽ നേട്ടം എന്ന് നമുക്ക് സന്തോഷത്തോടെ പറയാം. മനു ഭാക്കറിൻ്റെ ഈ ചരിത്ര നേട്ടം ഒരു ഊർജ്ജമാകട്ടെ മുന്നോട്ടുള്ള ഈ പാരീസ് ഒളിമ്പിക്സ് വേദിയിൽ മുന്നോട്ടുള്ള കുതിപ്പുകൾക്ക് എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കാം. ആദ്യ മെഡൽ ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു. ഉറപ്പിക്കുകയല്ല, ആദ്യ മെഡൽ നേടിയിരിക്കുന്നു. മത്സരം പൂർത്തിയാകുമ്പോൾ ഇന്ത്യ വെങ്കല മെഡലിലേക്ക് എത്തുന്നു എന്നതാണ് ഇത്തവണത്തെ ഒരു സന്തോഷം ഷൂട്ടിംഗ് റേഞ്ചിൽ നിന്ന് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. 221.7 പോയിന്റുകൾ നേടിക്കൊണ്ട് ഇന്ത്യ വെങ്കല മെഡൽ നേടിയിരിക്കുന്നു. ഷൂട്ടിംഗിൽ ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ വനിത എന്ന ചരിത്ര നേട്ടം കൂടി കുറിച്ചുകൊണ്ടാണ് മനു ഭാക്കർ നമ്മുടെ അഭിമാനമാകുന്നത്. 2016-ലെയും 2020-ലെയും ഷൂട്ടിംഗ് റേഞ്ചുകളിലെ ശൂന്യത നമുക്കിനി മറക്കാം. നമുക്കിവിടെ അപ്പോൾ ഇനി 2024 ഇതാ പാരീസിൽ നമുക്കൊരു മെഡലുണ്ട്. ഷൂട്ടിംഗ് റേഞ്ചിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. മനു ഭാക്കർ നമ്മുടെ അഭിമാനമായിരിക്കുന്നു. 2012-ന് ശേഷം, ഗഗൻ നാരങ്ങിന് ശേഷം ഇന്ത്യ ഷൂട്ടിംഗ് റേഞ്ചിന്റെ ലോകവേദിയിൽ ഒരിക്കൽ കൂടി നമ്മുടെ ദേശീയ പതാക പാറുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കൗതുകം കൂടിയുണ്ട്. 2012-ൽ അവസാനമായി ഇന്ത്യക്ക് ഷൂട്ടിംഗിൽ മെഡൽ നേടുന്ന ഗഗൻ നാരംഗാണ് ഇത്തവണത്തെ ഇന്ത്യയുടെ ടീം ക്യാപ്റ്റൻ, ഷെഫ് ഡെ മിഷൻ എന്നുകൂടി നമുക്ക് പറയണം. അപ്പോൾ ആ രീതിയിൽ കൂടി ഇത്തവണത്തെ ഷൂട്ടിംഗ് മത്സരങ്ങൾക്ക് ഒരു പ്രാധാന്യം കൂടിയുണ്ട്. ഏതായാലും ഗഗൻ നാരംഗിനെ സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെയാണ് മനു ഭാക്കർ ഈ അഭിമാന നേട്ടം നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. അവസാന മിനിറ്റുകളിൽ കുറച്ചുകൂടി കൃത്യത പാലിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വെള്ളി മെഡലിലേക്ക് കയറാൻ കഴിയുമായിരുന്നു എന്ന് ആദ്യഘട്ടങ്ങളിലെ മത്സരം കണ്ടപ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഒളിമ്പിക്സ് പോലൊരു ലോകവേദിയിൽ ഇതൊക്കെ സ്വാഭാവികമാണ്. എന്തായാലും വെങ്കല മെഡൽ നേടിയിരിക്കുന്നു എന്നത് നമ്മളെ സംബന്ധിച്ച്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഓരോ മനുഷ്യരെയും സംബന്ധിച്ച് ഏറെ അഭിമാനം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യയുടെ മനം നിറച്ചിരിക്കുന്നു. മനു ഭാക്കർ എന്ന 22 വയസ്സുകാരിയായ പെൺകുട്ടി നമ്മുടെ അഭിമാനം ഉയർത്തിക്കൊണ്ട് ലോകവേദിയിൽ തല ഉയർത്തി നിൽക്കുന്ന കാഴ്ച, അവിടെ നമ്മുടെ ദേശീയ പതാക ആകാശത്തിലേക്ക് ഉയർന്നു പറക്കാൻ പോകുന്ന കാഴ്ച ഓരോ ഇന്ത്യക്കാരനും അഭിമാനം നൽകുന്നത് തന്നെയാണ്. 140 കോടി മനുഷ്യരുടെ പ്രതീക്ഷകളുമായി പാരീസിൽ നിന്ന് നമുക്കൊരു വെങ്കല മെഡൽ കിട്ടിയിരിക്കുന്നു. അത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ സന്തോഷത്തിന്റെ നിമിഷം, ഏറെ അഭിമാനത്തിന്റെ നിമിഷം. പാരീസ് ഒളിമ്പിക്സിന്റെ മെഡൽ പട്ടികയിലേക്ക് നമ്മുടെ രാജ്യവും ഇടം പിടിക്കുന്നു എന്നതാണ് ഈ സമയത്തെ പ്രത്യേകതകൾ. ഇത് മുന്നോട്ട് പോകുമ്പോൾ വലിയ ഊർജ്ജമായി മാറട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. ആവണി, ഇതൊരു ചരിത്ര നിമിഷം തന്നെയാണ്. ഷൂട്ടിംഗ് റേഞ്ചിൽ നിന്ന് 12 വർഷത്തെ ഇടവേളകൾക്ക്, ഒരു വ്യാഴവട്ടത്തിന്റെ ശൂന്യതകൾക്ക് ശേഷം നമുക്ക് വീണ്ടും ഒരു മെഡലിലേക്ക് എത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. തീർച്ചയായും മനു, ഈ പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ മെഡൽ നേടുമ്പോൾ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഷൂട്ടിങ്ങിൽ ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ വനിത കൂടെയാണ് മനു ഭാക്കർ. അതൊരിക്കലും നമുക്ക് പറഞ്ഞ് വിട്ടുപോകാൻ പറ്റാത്തൊരു കാര്യമാണ്. തീർച്ചയായും അത് റെക്കോർഡാണ് ഇപ്പോൾ മനു ഭാക്കർ നേടിയിരിക്കുന്നത്. ചരിത്രം കുറിച്ചു വെക്കാൻ പോകുന്ന ഒരു പേരായി മനു ഭാക്കറുടെ മാറുകയാണ്. മനു, തീർച്ചയായും 2004 ഏതൻസ് ഒളിമ്പിക്സിൽ ഒരു ഇന്ത്യൻ വനിതാ താരം അന്ന് ഷൂട്ടിങ്ങിൻ്റെ ഫൈനലിൽ കടന്നിരുന്നു. പക്ഷേ മെഡൽ നേടാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം ഷൂട്ടിങ്ങിൽ വനിതാ താരങ്ങളുടെ പേര് നമ്മൾ അധികം കേട്ടിരുന്നില്ല. അഭിനവ് ബിന്ദ്രയൊക്കെ ആയിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. നമുക്കറിയാം, അഭിനവ് ബിന്ദ്രയുണ്ട്, ഒപ്പം തന്നെ ഗഗൻ നാരംഗുണ്ട്. അങ്ങനെയുള്ള
പുരുഷ താരങ്ങളുടെ വലിയ ആധിപത്യം ഷൂട്ടിങ്ങിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷം 2012 ശേഷമാണ് ഈ മനു ഭാക്കർ അടക്കമുള്ള കുട്ടികൾ, 2014 ശേഷമാണ് മനു ഭാക്കർ അടക്കമുള്ള കുട്ടികളുടെ ഒരു വരവ്. അവരുടെ വരവ് തന്നെയാണ് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം നൽകുന്നത്. അപ്പോൾ ഇത്തവണ ആ നേട്ടത്തിലേക്ക്, അതായത് ആദ്യമായി ഒളിമ്പിക്സിൽ ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന വനിതാ താരം എന്ന നേട്ടത്തിലേക്ക് മനു ഭാക്കർ എത്തുന്നതിൻ്റെ ഒരു സന്തോഷം, അത് ഒരു വനിതാ താരം എന്ന നിലയിൽ മാത്രം നമുക്കതിനെ വായിക്കേണ്ട, അതിനപ്പുറത്തേക്ക് ഈ രാജ്യത്തിൻ്റെ അഭിമാനമായിട്ട് തന്നെ നമുക്കതിനെ അടയാളപ്പെടുത്തി എഴുതാം. നമ്മുടെ ചരിത്രം കുറിച്ച് താരമായിട്ട് തന്നെ കാണാം. ഈ മനു ഭാക്കർ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അവരുടെ ഒരു വഴി എന്ന് പറയുന്നത്. ചെറുപ്പം മുതൽ തന്നെ എയർ പിസ്റ്റളിൽ വലിയൊരു ആകൃഷ്ടയായിരുന്നു മനു ഭാക്കർ. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ തന്നെ ഷൂട്ടിംഗ് അക്കാദമികളിൽ പരിശീലനം നടത്തി കൃത്യമായ വഴികളിലൂടെ തന്നെയാണ് കടന്നു വന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് 2018 വെറും 16-ാമത്തെ വയസ്സിൽ കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം നേടിക്കൊണ്ട് അന്താരാഷ്ട്ര കരിയർ ആരംഭിക്കാൻ കഴിയുക എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവർ എത്രമാത്രം ആത്മാർപ്പണത്തോടെയാണ് ആ വേദിയിലേക്ക് വന്നതെന്ന്. 2018 തന്നെ ലോക ചാമ്പ്യനാകുന്നു. 2018 ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിക്കൊണ്ട് അവിടെ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം എന്ന റെക്കോർഡും പേരിലാക്കിക്കൊണ്ടാണ് ലോക ചാമ്പ്യനാകുന്നത്. പിന്നീട് 2019 അത് നിലനിർത്താൻ മനു ഭാക്കറിന് കഴിയുന്നു. പിന്നീട് നടന്ന ലോക യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിക്കൊണ്ട് ഇതേ ആധിപത്യം നിലനിർത്താൻ കഴിയുന്നു. അങ്ങനെ വലിയ പ്രതീക്ഷകളോടെ 2020 ടോക്കിയോ ഒളിമ്പിക്സിന് പോകുന്നു. പക്ഷേ ഒളിമ്പിക്സിന്റെ ആ ലോകവേദിയുടെ സമ്മർദ്ദം മനുവിനെ ബാധിക്കുന്നു. അവിടെ മെഡലൊന്നും നേടാൻ കഴിയാതെ, ഫൈനലിൽ പോലും കിടക്കാൻ കഴിയാതെ പുറത്താകുന്നു. അവിടെ നിന്ന് ഒരു തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അവിടെ നിന്ന് കരകയറി തുടങ്ങിയ വരവാണ് മനു ഭാക്കർ. ഈ 2024 ഒളിമ്പിക്സ് ലക്ഷ്യം വെച്ച് നടത്തിയ പരിശീലനം, അവരുടെ ആത്മാർത്ഥതയൊക്കെ ഇപ്പോൾ ഫലം കണ്ടിരിക്കുകയാണ്. അവരുടെ കഴിവ് കണ്ടുകൊണ്ട് തന്നെയാണ് 21 ഷൂട്ടിംഗ് ടീമിന്റെ നായകനായി ഇന്ത്യ മനു ഭാക്കറിന്റെ പേര് പറഞ്ഞതും അവരെ ഷൂട്ടിംഗ് സംഘത്തെ നയിക്കാൻ തെരഞ്ഞെടുത്തതും. ആ ഷൂട്ടിംഗ് സംഘത്തെ നയിച്ചുകൊണ്ട് നായിക തന്നെ ഇപ്പോൾ മനു